അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടെക് കണ്ടന്റ് അല്ല. നമ്മളെ ഈ ചാനലിലെ ചില കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥ ഉദ്ദേശം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പക്ഷേ ആ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ അതിലൂടെ തുടങ്ങിയപ്പോൾ സർവീസിങ് പിന്നെ അസംബ്ലിങ് ഈ രണ്ട് കാര്യത്തിന് മാത്രമായിട്ടുള്ള ചാനലായി മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ഉദ്ദേശം അതല്ല. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വന്നിട്ട് ഇപ്പം മൊത്തത്തിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക, അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് കാരണം കൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിട്ടുണ്ട് ചാനൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനത് മൊത്തത്തിൽ നിർത്തിയിട്ടുണ്ട്. ഞാൻ മൊത്തം നമ്മുടെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് വരികയാണ്. നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന യഥാർത്ഥ ഉദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. മാറ്റുക എന്ന് പറയുന്നത് വലിയ സംഭവമായ മാറ്റമൊന്നുമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ ഓൺ പ്രോഡക്റ്റ്, വളരെ നല്ല പ്രോഡക്റ്റ്. അപ്പോൾ അത് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ സർവീസിങ്ങിനെ പറ്റി, ഇൻഫോർമേഷനെ പറ്റിയൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വന്നിട്ട് സർവീസ് ചെയ്ത് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർവീസ് മൊത്തം നിർത്തുകയാണ്, അസംബ്ലിങ് മൊത്തം നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആദ്യം പറയാനുള്ളത്. സർവീസ് മൊത്തം നിർത്താൻ കാരണം നല്ല സ്പെയർ അവൈലബിൾ അല്ല. ഒരുവിധം നല്ല സാധനങ്ങളായിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒറിജിനൽ സ്പെയർ ഇവിടെ ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചീത്തപ്പേരാണ്. ഈ ചീത്തപ്പേര് കാരണമാണ് ഷോപ്പൊക്കെ ഒഴിവാക്കിയതും ഈ ചാനൽ തുടങ്ങിയതൊക്കെ തന്നെ. പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ അതിന് പകരം അത് നിർത്തിയിട്ട് നമ്മൾ ആ ഓൺ പ്രോഡക്റ്റിലേക്ക് വരികയാണ്. പിന്നെ അസംബ്ലിങ്. അപ്പോൾ അസംബ്ലിങ് ചെയ്യുന്ന സാധനം ഞാൻ ഉയിര് കൊടുത്തുണ്ടാക്കിയാലും അതിന് കുറ്റപ്പെടുത്തും. എത്ര നല്ല സാധനം ഉണ്ടാക്കി കൊടുത്താലും അതിൽ ഒരു ഫോള് കണ്ടെത്തും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടിൽ കണ്ടതാണ്. ഈ ടേബിൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾ നോക്കുക, അതായത് ഈ ഫുൾ ടേബിളിൽ 9 എണ്ണം വളരെ കറക്റ്റാണ്. ലാസ്റ്റിലുള്ള റിസൾട്ട് നോക്കുക, അതായത് ആ 10x9 എന്താണെന്ന് നോക്കുക. ആ ഒരു ഫോള് കണ്ടുപിടിച്ചിട്ട് ആ ബാക്കിയുള്ള 9 നല്ല ശരിയാക്കിയതിനും ഒരു ബലമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ഒറ്റ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളവിടെ ആവലാതിപ്പെടുക, പരാതിപ്പെടുക, കുറ്റപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയുള്ള മാത്രമായതുകൊണ്ട് അങ്ങനെ നീ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ സർവീസിങ് നിർത്തി എന്ന് പറഞ്ഞത് പ്രധാന കാരണം എന്താ വെച്ചാൽ സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെ ഒറിജിനൽ സ്പെയറുകൾ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ സർവീസ് ചെയ്ത സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, അത് രണ്ടാമത് അടിച്ചു പോകും. അപ്പോൾ അതെന്തായാലും അത് കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരുമ്പോൾ കസ്റ്റമർക്ക് ദേഷ്യം വരും. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് നമുക്ക് പരിഹാരമൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന സാധനം വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് അവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കസ്റ്റമറോട് പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റമർ അത് മനസ്സിലാക്കാത്തടത്തോളം ഈ സർവീസിങ് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ അസംബ്ലിങ്. ഒരു ഓഡിയോ അസംബിൾ ചെയ്യാൻ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് ഒരാൾ ആ ഓഡിയോ അസംബിൾ ചെയ്യാൻ ഒരാളെ സമീപിക്കുന്നത്. ആ സമയത്ത് ആ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. അതിൻ്റെ ആ ഒരു വില വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ നന്നാക്കി ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ ആ ആൾ നമ്മളെ കൂടെ വർക്ക് ചെയ്താൽ അറിയാം എത്രത്തോളം നമ്മൾ ശ്രമിച്ചിട്ടാണ് ഒരു ഓഡിയോ ഡിവൈസ് നന്നാക്കി ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടുപിടിച്ചിട്ട് അതിന് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്ര നേരം ഈ പറഞ്ഞ കാര്യങ്ങൾ, സർവീസിൻ്റെയും അസംബ്ലിങ്ങിൻ്റെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇത് എല്ലാവിധ മെക്കാനിക്കുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഒഴിവാക്കാനൊന്നും കഴിയില്ല, അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. അതല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളെ ഓൺ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. അതാണ് പ്രധാന ഉദ്ദേശം. അതാകുമ്പോൾ മാക്സിമം ഒരു മാസത്തിൽ 2 പ്രോഡക്റ്റ് കൂടിപ്പോയാൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 2 പ്രോഡക്റ്റ് വളരെ നന്നാക്കിയായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. വളരെ നല്ലൊരു എഫിഷ്യൻസി ഉള്ള സാധനമായിരിക്കും ആ തരുന്നത്. നിങ്ങളൊരു 1000 രൂപ തരുന്നുണ്ടെങ്കിൽ 1000 രൂപ മതിപ്പില്ലാത്തൊരു സാധനം ഒരിക്കലും നമ്മൾ സ്വന്തം പ്രോഡക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കി തരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ നമുക്ക് നമ്മളതായ ഓൺ പ്രോഡക്റ്റ് ഇറക്കാനുള്ള സമയം ഇപ്പോൾ കിട്ടുന്നില്ല. സർവീസ് ചെയ്യാനും അസംബിൾ ചെയ്യാനും മാത്രമേ നേരമുള്ളൂ. അപ്പോൾ ആ സമയം കിട്ടണമെങ്കിൽ ആദ്യം ഇപ്പോൾ നിലവിലുള്ള സർവീസുകൾ നിൽക്കണം. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന സർവീസുകൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ സർവീസിന് വന്ന് കിടന്നതാണ് പണ്ട് ഷോപ്പ് ഉള്ളപ്പോൾ കാലത്ത് മുതൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ കമ്പ്യൂട്ടർ, അപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ കാണാം, ഇതുപോലെയുള്ള ചൈനീസ് സ്പീക്കേഴ്സ് കാണാം, നല്ല സ്പീക്കേഴ്സ് കാണാം. ഇതൊരു സബ് വൂഫർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഹോം തിയേറ്റർ അയച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അതായത് പഴയ സ്പീക്കേഴ്സൊക്കെ ബോക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ്. വളരെ ദുരിതം പിടിച്ച സർവീസുകളാണ് പെൻഡിങ് ഉള്ളത്. ഇതാ DVD വരുന്നില്ല, DVD ആരും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം DVD ഒക്കെ സർവീസിന് കൊണ്ടുവന്നുണ്ട്. ഇതൊരു ആൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പരീക്ഷിച്ച് കൊണ്ടുവന്ന സാധനമാണ്. പിന്നെ ഈ കിടക്കുന്നത് മൊത്തം എൻ്റെ വീടിന് പുറത്ത് ഷെഡ് പോലെയുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടേക്കാണ് ഇത്രയും സാധനങ്ങൾ.
ഇതൊക്കെ അയച്ചിട്ടിട്ട് എന്താ ഈ അവസ്ഥ എന്ന് വെച്ചാൽ വേറെ വഴിയില്ല, അങ്ങനെ തന്നെ വെച്ചേക്കാല്ലാതെ. പിന്നെ ഇത് മുറിയുടെ അകത്താണ്. ഞാൻ ഈ സ്റ്റുഡിയോ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് കാണുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത്രയും സാധനങ്ങൾ കൂട്ടി വെച്ചിട്ട് ഇത് എല്ലാം കൂടി എങ്ങനെ ഒരൊറ്റ ആളെന്ന നിലയ്ക്ക് എനിക്ക് സർവീസ് ചെയ്ത് തീർക്കാൻ പറ്റും? അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ വന്ന് കാണിച്ച ഈ സർവീസുകൾ മൊത്തം തീരാൻ ഈ മാസം അടുത്ത മാസം പകുതിയോളാവും. ഇതൊക്കെ തന്നിട്ട് തന്നെ ഏകദേശം 3 മാസത്തോളമായി. പക്ഷേ അവർ ഉദ്ദേശിച്ച പോലുള്ള പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ അത്രയും സാധനങ്ങൾ തിരഞ്ഞ് നടന്ന് മാസങ്ങളോളം പോയി. പക്ഷേ കിട്ടാനില്ല. ലാസ്റ്റ് ഇപ്പോൾ കിട്ടിയത് വെച്ച് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാൻ ഇനിയില്ല. അതാണ് മെയിനായിട്ട് അസംബ്ലിങ് ഒഴിവാക്കാനുള്ള ഉദ്ദേശം. നമ്മളെ സ്വന്തം പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മൾക്ക് നമ്മളതായ രീതിയിൽ നമുക്ക് വേണ്ട സമയം എടുത്ത് ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും, വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടാൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഉദ്ദേശിച്ച സെയിം പെർഫോമൻസ് തന്നെ കിട്ടും. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് എഫിഷ്യൻസി ചെക്ക് ചെയ്ത് പെർഫോമൻസ് നോക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. അതിനുള്ള എല്ലാ സൗകര്യവും നമ്മളിവിടെ ചെയ്യും. അപ്പോൾ അതുവരെ ക്ഷമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ എത്ര കാലത്തെ എക്സ്പീരിയൻസും എത്ര ആളുകളുടെ ആവശ്യവും താല്പര്യവും എല്ലാം ആ പ്രോഡക്റ്റിലുണ്ടാവും. നമ്മളെ ഫസ്റ്റ് പ്രോഡക്റ്റ് ചെറിയൊരു ഡിവൈസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയൊരു ബ്ലൂടൂത്ത് ഡിവൈസാണ് തൽക്കാലം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൂടിയാണ് നമ്മളതിൻ്റെ ഒഫീഷ്യലി ആ ഒരു പരിചയപ്പെടുത്തൽ, അതിൻ്റെ ഒരു ലോഞ്ച് വരുന്നത്. അപ്പോൾ അത് അന്നേരം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പോൾ അതാണ് ഈ സർവീസ് അസംബ്ലിങ്ങും നിർത്താൻ കാരണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അടുത്ത നമ്മുടെ മറ്റൊരു ഉദ്ദേശം, നമുക്ക് ഒരു കോഴ്സ് ഉണ്ട്. ഞാൻ കുറേ പ്രാവശ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് ആ കോഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ കോഴ്സ് നമ്മൾ ഈ ആഴ്ച തന്നെ മാക്സിമം ലോഞ്ച് ചെയ്യും. ആ കോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ബേസിക്സ്, പാർട്സ് അങ്ങനത്തെ അല്ല, ഇലക്ട്രോണിക്സ് റിപ്പയറിങ് ബേസിക്സ് ആണ്. അതായത് ഏറ്റവും എളുപ്പത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആ കോഴ്സ് വാങ്ങി നോക്കുക. വളരെ ചീപ്പ് റേറ്റിലാണ്, വളരെ സിമ്പിളായിട്ട് ആർക്കും വാങ്ങാൻ പറ്റിയ റേറ്റിലാണ് ആ കോഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് വാങ്ങി നോക്കുക. എന്നാലേ നിങ്ങൾക്ക് അതിനെപ്പറ്റി അതിൻ്റെ ബാക്കിയുള്ള കോഴ്സുകൾ ഏതൊക്കെ ഞാൻ വരുന്നതെന്ന് അതിൻ്റെ കൂടെ തന്നെ പറയും. അപ്പോൾ അതിനോടുള്ള കൂടുതൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അതിനോടൊക്കെ ആവശ്യം വരും. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് അത് നമുക്ക് വളരെ നല്ല എഫിഷ്യൻറ്റ് കോഴ്സാക്കി മാറ്റാം. അപ്പോൾ ഇലക്ട്രോണിക്സ് റിപ്പയറിങ് ബേസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. റിപ്പയറിങ് ഇലക്ട്രോണിക്സിലെ ഒരു ഫോൾട്ട് ഫൈൻഡിങ്, ഇലക്ട്രോണിക്സ് ബോർഡ് ഒരു ഫോൾട്ട് വന്നാൽ അത് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം കൂടി പഠിക്കുക. എല്ലാം കൂടി വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയത്തിൽ മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ആ കോഴ്സിൽ. അത് പാർട്സ് ചെക്കിങ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആ വോൾട്ടേജ് ചെക്കിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാം നമ്മളെ ക്ലാസ് പോയി പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെയൊക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളോട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് സൗകര്യം ഉണ്ടാവുന്നതാണ്, നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് പ്രോകൾക്ക് വാങ്ങാനുള്ളതല്ല, ബേസിക് അറിയാത്തവർക്ക് വാങ്ങി മനസ്സിലാക്കാനുള്ളതാണ്. പ്രോകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് ആലോചിച്ചറിയാം. കാരണം അത് ചെക്കിങ് ബേസിക്സ് ചെക്കിങ് ആയതുകൊണ്ട് അതിനകത്ത് പ്രോകൾക്ക് യാതൊരു ആവശ്യമില്ല. നമ്മൾ അത്ര വലിയ കോൺഫ്യൂഷനില്ല, അതായത് കോംപ്ലിക്കേഷനുള്ള ഒരു സർക്യൂട്ടൊന്നും അതിൽ കാണിക്കുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങൾ മാത്രം അതിൽ ചെക്ക് ചെയ്ത് കാണിക്കുന്നു. അത് എളുപ്പത്തിൽ പഠിക്കാനും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേഷനുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്യാനും അതിലൂടെ പഠിക്കാം. അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ചാനലിൽ ഡെയിലി വീഡിയോസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെയിലി വീഡിയോസ് എന്ന് പറയുമ്പോൾ ടെക് ഉണ്ടാവും, ടോക്ക് ഉണ്ടാവും, DIY ഉണ്ടാവും, ലൈവ് ഉണ്ടാവും, അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഡെയിലി വീഡിയോസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിനാണോ ചാനൽ തുടങ്ങി അത് തന്നെയാണ് മെയിനായിട്ട് ചാനലിൽ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഇൻഫർമേഷൻ ഏത് തരത്തിലായാലും ഷെയർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഇതുപോലെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഇതുപോലെ സിമ്പിൾ കോഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് താല്പര്യം പോലെ അതിനോടുള്ള ഫീഡ്ബാക്ക് തരിക. അതാണ് മെയിനായിട്ട് ഇനി അവിടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന രീതി. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ മനസ്സിലായത് എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നും കൂടി നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റിൽ അറിയിക്കുക. ഇപ്പോൾ പറഞ്ഞ ആ സർവീസിങ് നിർത്തിയത്, അസംബ്ലിങ് ഒഴിവാക്കിയത്, സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഓൺ പ്രോഡക്റ്റിൻ്റെ ലോഞ്ച്, കോഴ്സ്, ഡെയിലി വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ അത് നമുക്ക് വിലപ്പെട്ട ഫീഡ്ബാക്ക് ആയിരിക്കും. നമ്മളത് വെച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എനിക്കത് ചെയ്യാനും കൂടി വളരെ എളുപ്പമായിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.